ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ മുബിയെ എന്നുള്ള നമ്മുടെ ചാനലിൻ്റെ പുതിയ നെയിമാണ് കേട്ടോ. ഓൾഡ് നെയിം വന്നിട്ട് ഹിലൂമി എന്നായിരുന്നു. ഹിലൂമി ചെറുതായിട്ടൊന്ന് തട്ടി ഞാൻ മുബിയെന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റായി ചെയ്തത് ഒരു 3-4 ദിവസം മുമ്പാണ്. അത് ക്ലേ വെച്ചിട്ടൊരു ബ്രഷ് ഹോൾഡറാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ബിസി. അപ്പോൾ ഈ വീഡിയോ പറയുന്നത് കുറച്ച് പഴക്കമുള്ളതാണ്. നമ്മുടെ എഡിറ്റിംഗ് ലിസ്റ്റിലുള്ളതാണ്. എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായത് വോയിസ് ഓവർ കൊടുക്കാണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കുറേ ദിവസം മുമ്പുള്ളതാണ്. നമ്മൾ മറ്റേ ബ്രഷ് ഹോൾഡറിന് ഇങ്ങോട്ട് മുമ്പുള്ളതാണ്. ഈ ക്ലേ വെച്ചിട്ട് ചെയ്യുന്നത് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. കാണുമ്പോൾ സിമ്പിളായിരിക്കും, ഇത് ഇങ്ങനെ ചെയ്യുക അത്ര തന്നെ. പക്ഷേ അതുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് നമ്മളതിന് ഷേപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ഉണങ്ങാൻ വെക്കുമ്പോൾ ഒരു ദിവസം, പിന്നെ അതിൽ വല്ല ക്രാക്ക് എന്തായാലും വീഴും, നല്ലപോലെ ചെയ്തതിൽ ക്രാക്ക് വീഴും. എന്നിട്ട് അത് ഉണക്കാൻ വെച്ചിട്ട് പിന്നെ അത് വെക്കുമ്പോൾ ഒരു ദിവസം, പിന്നെ അത് പെയിൻറ്റ് അടിച്ച് ഉണങ്ങാൻ വെക്കുമ്പോൾ ഒരു ദിവസം. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയെ നിങ്ങൾ ഈ 1.5 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ കാണുക. ഇത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ലോങ് വീഡിയോ തന്നെ ഉള്ളൂ. ഇത് നമ്മുടെ 3ാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു 4.5 മിനിറ്റിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ്. ഒരുപാട് ലാഗ് അടുപ്പിക്കാതെ ഞാനൊക്കെ ചെയ്ത് കാണിക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാണ്ട് നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഇതെന്തായാലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ശരിക്കും നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യണില്ലേ, അത് ശരിക്കും ഞാൻ ഇതെന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്മോക്ക് ഫൗണ്ടേഷനാണ്. സ്മോക്ക് ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഇവിടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ വാട്ടർഫോൾ ഫൗണ്ടേഷൻ എന്നൊക്കെ കാണുമല്ലോ, അതിന് വെച്ചാൽ വെള്ളം അങ്ങനെ ഒഴുകണത്, അതുമാതിരി വാട്ടറിന് വരെ സ്മോക്ക്, അത്ര തന്നെ. പക്ഷേ ഇതിൽ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിന് നമുക്ക് ലാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ എന്തായാലും ഇത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം ഇതിന് നമുക്കൊരു ടൈപ്പ് ചന്ദനത്തിരിയല്ല, എന്താണ് പറയുക, സാമ്പ്രാണി ഉണ്ട്. ആ സാമ്പ്രാണി ഇങ്ങനെ ട്രയാങ്കിൾ മാതിരത്തെ സാമ്പ്രാണി വേണ്ട. പക്ഷെ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടിയില്ല. ഞാൻ സാധാ സാമ്പ്രാണിയാണ് വാങ്ങിച്ചത്. ആ സാമ്പ്രാണി വാങ്ങിച്ചപ്പോൾ എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ അത് പുക മോളിക്കാണ് പോണത്. ശരിക്കും പുക താഴെക്കൂടെ വന്നാലല്ലേ നമ്മൾ ഉണ്ടാക്കിയതിന് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഫുള്ള് മേലെ കൂടെ പോകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബ് നോക്കിയപ്പോൾ യൂട്യൂബിൽ പറഞ്ഞു ഇങ്ങനെ ആ സംഭവത്തിന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു കോൺ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുക, അങ്ങനെ വെച്ചിട്ട് ഒരു ഓട്ടീനാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് പുക താഴെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞു. നോക്കണോ, എനിക്ക് കറക്റ്റ് ആവണേയില്ല. ഇതൊരു ഒരു രസമായിട്ട് വന്നില്ല, മൊത്തം പൊടിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ഞാനത് നിർത്തി. എന്നാലും ഞാൻ ഈ ഉള്ളത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കാട്ടി പുക താഴെക്കൂടെ പോകണം ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഇഷ്ടമാണ്, ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമാണ്, പിന്നെ മിനി വ്ളോഗ്സ്, പിന്നെ എന്താണ് എസ്തറ്റിക്, ഒരുപാടല്ല എന്നാലും ചെറിയൊരു എസ്തറ്റിക്, പിന്നെ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. യൂസ്ഫുൾ പറഞ്ഞാൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെയിൻ്റാണ് ചെയ്യുന്നത്. ഞാൻ സ്പ്രേ പെയിൻ്റാണ് ചെയ്യണത് കേട്ടോ. അത് തീർന്നു, ഇത് ചെയ്തത് ഞാൻ തീർന്നു. ബാക്കി ഞാൻ കറുപ്പ് കൊണ്ടാണ് ഡീറ്റെയിൽ ചെയ്ത്. ഇതിപ്പോൾ ശരിക്കും ഞാനില്ല ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. ഒരു മലയിൽ നിന്ന് വെള്ളം ഒഴുകണ പോലെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പ്രതിമയല്ല, എന്തോ ഒരു മാതിരി ആയി. പക്ഷേ കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഫീലായിരുന്നു ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല. ഇത് ചെയ്യുമ്പോൾ വിണ്ടപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒരു ദിവസം വെക്കണ്ടല്ലോ എന്നൊക്കെ മടി പിടിച്ച് ഞാനതിന് പെയിൻ്റ് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ, ഇതിനിങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് നമുക്ക് ഇനി എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, പെയിൻറ്റ് കുറച്ചും കൂടി ഡീറ്റെയിലും ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെയിൻറ്റ് അടിക്കുക. ഞാൻ ക്യൂട്ട്നെസ് ഒന്നും ഇടാൻ നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇതിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാൻ മതി. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ പുതിയ വീഡിയോ ചെയ്യാനൊരു പ്രചോദനം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയാണ് വീഴേണ്ടത്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസ് കിട്ടിയില്ല. കാരണം ആ പുക മൊത്തം ഫുള്ള് മേലേക്കേ പോകണം. ഇത് ഞാൻ ഊതിയിട്ടാണ് താഴേക്ക് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്, താഴെ കൂടിയാണ് വരേണ്ടത് പുക. ഇതിപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. പക്ഷേ ആ പുക ഫുള്ള് മേളിക്കാൻ പോകണം. പുക അങ്ങനെ പോകാൻ പാടില്ല. ഇങ്ങനെ പാമ്പല്ല, വെള്ളം ചാടുന്ന മാതിരി ഇങ്ങനെ. അതുകൊണ്ടല്ലേ സ്മോക്ക് വാട്ടർഫോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സ്മോക്ക് ഫൗണ്ടേഷൻ എന്നീ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ്. ഞാൻ ഊതിയപ്പോൾ തീയൊക്കെ തീർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പറഞ്ഞ് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.